പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ. ഒന്ന്, 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ സാത്താനെ ബന്ധിക്കുന്നു. അതാണ് ഒന്നാമത്തെ വിഷയം. അത് 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങളാണ്. നിങ്ങളത് അങ്ങനെ തന്നെ എഴുതുക. ഒന്നാം ഹെഡിങ്, 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കവും സാത്താന്യ ബന്ധനവും. ഇരുപതാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങളാണ്. ഒരാളൊന്ന് വായിച്ചാട്ടെ. 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. മതി. ഈ 1000 ആണ്ട് വാഴ്ച എന്തിനാണ്? 7 വർഷത്തെ മഹാപീഡനം കഴിഞ്ഞാൽ ഉടനെ ഈ ഭൂമിയിൽ മശിഹയുടെ ഭരണം ആരംഭിക്കും. അത് 1000 കൊല്ലത്തേക്കാണ്. ഈ 1000 ആണ്ട് വാഴ്ച എന്നത് ദൈവത്തിൻ്റെ ഇസ്രായേലിനോടുള്ളതും അബ്രഹാമിനോടുള്ളതുമായ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. എന്തൊക്കെയാണ് നിവർത്തിക്കപ്പെടുന്നത്? അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത തലമുറകൾക്കുള്ള ഭൂമി മുഴുവൻ ഇസ്രായേലിന് കിട്ടുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ മാത്രമാണ്. ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അവരുടെ ഭരണകാലത്ത്, ദാവീദിന്റെ കാലത്തോ ശലോമോന്റെ കാലത്തോ ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമി അവർക്ക് വാസ്തവത്തിൽ ലഭിച്ചിട്ടില്ല. എന്താണ് അതിന്റെ അതിര്? അതിന്റെ അതിരെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കാം. 18-ഉം 19-ഉം ഒക്കെ കിടന്നോണ്ട്. അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി പ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫീമ്യർ, അമോന്യർ, കനാന്യർ, ഗീർഗസ്യർ, എബ്യൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോടും. മിസ്രയീം നദി മുതൽ ഫ്രാത്ത് വരെ, തെക്ക് മിസ്രയീം നദി, ഇത്രയും തോടാണ് കേട്ടോ, ശരിക്കും നൈൽ നദിയല്ല. തെക്കേ അതിര് മിസ്രയീം തോടാണ്. പടിഞ്ഞാറേ അതിര് മെഡിറ്ററേനിയനാണ്. കിഴക്കേ അതിര് യൂഫ്രട്ടീസ് നദിയാണ്. വടക്കേ അതിര് ലബാനോനാണ്. അത് ക്ലിയർ ആകണമെങ്കിൽ യോശുവയുടെ പുസ്തകം കൂടെ വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. മരുഭൂമിയും
ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശം ഒക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടേത് അതിരായിരിക്കും. മതി. അപ്പൊ തെക്ക് ബേർഷേബ മരുഭൂമി, വടക്ക് ലെബാനോൻ, കിഴക്ക് യൂഫ്രട്ടീസ് നദി, പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ. ഇത്രയുമാണ് ഇസ്രയേലിന് ദൈവം കൊടുക്കാനിരിക്കുന്ന ഭൂമിയുടെ അതിരുകൾ. ഈ ഭൂമി, ഈ അതിരുകൾ അനുസരിച്ചുള്ള ഭൂമി ഇസ്രയേലിന് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇസ്രായേലിന്റെ കയ്യിലുള്ളത് ഒരു അല്പ ഭൂമി മാത്രമാണ്. നമുക്ക് തന്നെ അറിയാം, ഒരല്പ ഭൂമി, അതിൽ കുറച്ച് ഹമാസുകാരുടെ കയ്യിലും പാലസ്തീനികളുടെ കയ്യിലും. അപ്പോ 1000 ആണ്ട് വാഴ്ച എന്തിന്? ഒന്ന്, ദൈവം അബ്രഹാമിനും സന്തതികൾക്കും വാഗ്ദത്തം ചെയ്ത ദേശം മുഴുവൻ അവർക്ക് സ്വന്തമായി കിട്ടുന്നത്, അല്ലെങ്കിൽ വാഗ്ദത്ത നിവൃത്തി ഉണ്ടാകുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. അതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിന്റെ സന്തതി മുഖാന്തരം, അബ്രഹാമിനോട് പറഞ്ഞതാ, ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറഞ്ഞ കാര്യമാണ്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആരാണ് സന്തതി? മശിഹ. മശിഹ മൂലമുള്ള അനുഗ്രഹം ഭൂമിയിൽ എല്ലാവർക്കും കിട്ടണം. ഹിന്ദുക്കൾക്കും കിട്ടണം, മുസ്ലിങ്ങൾക്കും കിട്ടണം, പാഴ്സിക്ക് കിട്ടണം, സിഖുകാരന് കിട്ടണം, നിരീശ്വരവാദിക്ക് കിട്ടണം, സകല മനുഷ്യർക്ക് കിട്ടണം. അങ്ങനെ കിട്ടുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. അപ്പൊ അബ്രഹാമിന്റെ സന്തതി മൂലം ലോക ജനത മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതും ഈ 1000 ആണ്ട് വാഴ്ചയിലാണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഒത്തിരി കാര്യങ്ങളുണ്ട് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച്. എങ്കിലും ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് 1000 ആണ്ട് വാഴ്ചയുടെ ഒരു പ്രത്യേകത? സാത്താനെ 1000 കൊല്ലത്തേക്ക് ചങ്ങലയിടുന്നു. അതെന്തിനാ? സാത്താൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ മശിഹായ്ക്ക് ഭരിക്കാൻ പറ്റിയല്ലേ? കാരണമുണ്ട്. 1000 ആണ്ട് വാഴ്ചയിൽ രക്ഷിക്കപ്പെടാത്ത വലിയൊരു സമൂഹം ഈ ഭൂമിയിലുണ്ട്. സാത്താൻ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അവരെ, അതാണ് ഇതിന്റെ 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവൻ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. ലോക ജനതയെ ഇന്നും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പിശാചാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന പിശാചാണ്. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പൊ സാത്താനെ ബന്ധിക്കുമ്പോൾ ലോക ജനതയെ പിന്നെ സ്വാധീനിക്കാൻ ഒരു ദുഷ്ടശക്തി ഇല്ലാതാകുകയാണ്. അതാണ് സാത്താനെ ബന്ധിക്കാൻ കാരണം. വിഗ്രഹാരാധനയില്ല, മന്ത്രവാദമില്ല, ആഭിചാരമില്ല, ദൈവത്തിന് വിരോധമായുള്ള യാതൊരു പദ്ധതിയും 1000 ആണ്ട് വാഴ്ചയിലില്ല. കാരണം അതിൻ്റെ എല്ലാം ഉപജ്ഞാതാവായ സാത്താനെ 1000 കൊല്ലത്തേക്ക് ചങ്ങലയിടുകയാണ്. അതുകൊണ്ടാണ്. അപ്പൊ സാത്താനെ ബന്ധിക്കുമ്പം എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അതിൻ്റെ കീഴിലുള്ള മുഴുവൻ ഡിപ്പാർട്ട്മെന്റും നിശ്ചലമായി പോകും. മുഴുവൻ നിശ്ചലമായി പോകും. അതിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ ഭരണങ്ങൾ, സാത്താന്യ അധികാരങ്ങൾ, മനുഷ്യന്റെ തെറ്റായ ആരാധനാ രീതികൾ എല്ലാം നിശ്ചലമായി പോകും.
അതിന് കാരണം സാത്താനെ ബന്ധിച്ചു, തലവനെ ബന്ധിച്ചു, പിന്നെ ബാക്കിയുള്ളവർക്ക് നിൽക്കാനൊക്കുകയില്ല. അപ്പൊ 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിലെ ഒരു സംഭവം സാത്താനെ 1000 കൊല്ലത്തേക്ക് ചങ്ങലയിടുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ സെക്ഷൻ 20-ാം അധ്യായത്തിന്റെ 4 മുതൽ അതിന്റെ 6 വരെ വാക്യങ്ങളാണ് രണ്ടാം സെക്ഷൻ. എന്താണ് രണ്ടാം സെക്ഷൻ? മഹാപീഡന കാലത്ത് കൊല്ലപ്പെട്ടവരുടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. 1000 ആണ്ട് വാഴ്ച ഈ 20-ാം അധ്യായത്തിൽ 6 പ്രാവശ്യം 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട്. 6 പ്രാവശ്യം. അങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത് 1000 ആണ്ട് വാഴ്ച വെറുമൊരു എന്താ പറയാ, ഒരു കെട്ടുകഥയല്ല, അക്ഷരികമായി സംഭവിക്കുന്നതാണ്. ഒന്നാമത് സാത്താനെ ബന്ധിക്കുന്നു. 2, മഹാപീഡന കാലത്ത് കൊല്ലപ്പെട്ടവരുടെ ഉയർപ്പ് നടക്കുന്നു. വായിക്കാം നമുക്ക്. 4-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ ഒരാൾക്ക് വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തിന്റെയും പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരെയും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുമാരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇതൊന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിങ്കൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. മതി. അപ്പൊ 1000 ആണ്ട് വാഴ്ചയിൽ രണ്ടാമത്തെ സംഭവം എന്താണ്? മഹാപീഡന കാലത്ത് എതിർ ക്രിസ്തുവിന്റെ മുദ്ര കൈക്കൊള്ളാതെയും എതിർ ക്രിസ്തുവിന്റെ വിഗ്രഹത്തെ നമസ്കരിക്കാതെയുമായി കൊല്ലപ്പെട്ടവരുടെ ഉയിർപ്പാണ് നടക്കുന്നത്. ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് മഹാപീഡന കാലത്ത്. യഹൂദന്മാര് അല്ലാത്തവര് എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തത് കൊണ്ട് കൊല്ലപ്പെട്ട ഇവര് മുഴുവൻ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഉയർക്കും. ഉയർത്തിട്ട് അവരെന്ത് ചെയ്യും? 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴും. വാഴും എന്ന് പറഞ്ഞാൽ ഭരിക്കും എന്നർത്ഥം. വാഴുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക എന്ന. അപ്പൊ 1000 ആണ്ട് വാഴ്ചയിലെ ഭരണകർത്താക്കളിൽ ഒരു വിഭാഗം ഈ മഹാപീഡന കാലത്ത് കൊല്ലപ്പെട്ട വിശുദ്ധന്മാരായിരിക്കും. ഇവരിൽ യഹൂദന്മാരുണ്ട്, ഞാൻ പറഞ്ഞു. ഇവരിൽ യഹൂദന്മാരല്ലാത്തവരുമുണ്ട്. ഇവർക്ക് ഈ കൊല്ലപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ ഭരണത്തിൽ പങ്കാളിത്തം നമ്മുടെ കർത്താവ് നൽകുകയാണ്. അതാണ് രണ്ടാം സംഭവം. അതിന്റെ ഒടുവിലൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. അപ്പൊ എന്താണ് ഈ ഒന്നാം പുനരുത്ഥാനം? ഒന്നാം പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പുനരുത്ഥാനമല്ല, അതൊരു നിരയാണ്, അതൊരു പാക്കേജാണ്. ഒന്നാം പുനരുത്ഥാനം അതിലാരെല്ലാം ഉണ്ടാകും? ഒന്നാം പുനരുത്ഥാനത്തിൽ വരുന്നത് ആരൊക്കെ? നമ്മുടെ കർത്താവ് ആദ്യം ഉയർത്തെഴുന്നേറ്റു. നമുക്കത് ഒഴിവാക്കാൻ കർത്താവായതുകൊണ്ട് അല്ലാതെ ആരെല്ലാമാണ് ഒന്നാം പുനരുത്ഥാനത്തിലുള്ളത്? ഒന്ന്, പുതിയ നിയമസഭയിലെ മരിച്ചുപോയ വിശുദ്ധന്മാർ. അതാണ്
ഒന്നാം പുനരുദ്ധാനത്തിലെ ആദ്യ നിര. എഴുതിക്കോണം, എഴുതുന്നവർ എഴുതിക്കോണം. ഒന്നാം പുനരുദ്ധാനത്തിലെ ആദ്യ നിര സഭയിലെ, പുതിയ നിയമസഭയിലെ മരിച്ചുപോയ വിശുദ്ധന്മാർ, അവർ ഉയർക്കും. അവരെ ഒന്നാം പുനരുദ്ധാനത്തിലെ ഒരു ഭാഗമാണ് അവര്. റഫറൻസ് 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെ. 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെ. നിദ്ര പ്രാപിച്ച പുതിയ നിയമസഭയിലെ വിശുദ്ധന്മാരുടെ ഉയർപ്പ്. 2, പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ്. മരിച്ചുപോയ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ് രണ്ടാം നിരയാണത്. അബ്രഹാം, ഇസാക്ക്, ദാവീദ്, ദാനിയേൽ തുടങ്ങിയവർ, അവരാണ് രണ്ടാം നിര. നിദ്ര പ്രാപിച്ച പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ്. 3, ആരാണ് മൂന്നാം ഗ്രൂപ്പ്? മഹാപീഡന കാലത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ, വിശുദ്ധന്മാരുടെ ഉയർപ്പ്. മഹോപദ്രവകാലത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ ഉയർപ്പ്. ഈ 3 ഉയർപ്പിനെയും കൂടെ ചേർത്താണ് ഒന്നാം പുനരുദ്ധാനം എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് വിശുദ്ധന്മാരെല്ലാം പെട്ടു. ഈ ഉയർപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, സമയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ വിഭാഗം സഭയിലെ നിദ്ര പ്രാപിച്ചവർ എപ്പോ ഉയർക്കും? കർത്താവിന്റെ വരവിങ്കൽ. രണ്ടാം ഗ്രൂപ്പ് അവരെപ്പോ ഉയർക്കും? മഹാപീഡനത്തിന്റെ ഒടുവിൽ. മഹാപീഡനത്തിന്റെ ഒടുവിൽ. മൂന്നാമത്തെ ഗ്രൂപ്പ് 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ. 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ. 2ഉം 3ഉം തമ്മിൽ ഒരു ഗ്യാപ്പില്ല. ഈ 3 ഗ്രൂപ്പിന്റെ ഉയർപ്പിനെയാണ് ഒന്നാം പുനരുദ്ധാനം എന്ന് വിളിക്കുന്നത്. ഒന്നാം ഗ്രൂപ്പിന്റെ പുനരുദ്ധാനം കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞാണ് രണ്ടാം ഗ്രൂപ്പിന്റെ പുനരുദ്ധാനം. അതിനോട് ചേർന്ന് തന്നെയാണ് മൂന്നാം ഗ്രൂപ്പിന്റെ പുനരുദ്ധാനം. ഇതിനെ 3നെയും ചേർത്താണ് ഒന്നാം പുനരുദ്ധാനം എന്ന് വിളിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുക. ഇതാണ് രണ്ടാം ഭാഗം. ഇനി 20-ാം അധ്യായത്തിലെ മൂന്നാം സംഭവം കർത്താവും വിശുദ്ധന്മാരും സാത്താനുമായുള്ള യുദ്ധമാണ്. കർത്താവും വിശുദ്ധന്മാരും സാത്താനുമായുള്ള യുദ്ധവുമാണ്. അത് 20-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെ വാക്യങ്ങളാണ്. 20-ന്റെ 7 മുതൽ 10 വരെ കർത്താവും വിശുദ്ധന്മാരും സാത്താനുമായുള്ള യുദ്ധം. ഇതാണ് അന്തിമ യുദ്ധം. ചിലരിതിനെ ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് വിളിക്കാറുണ്ട്. കാരണം അങ്ങനെ വാക്ക് ഇതിനകത്തോടെ. അതുകൊണ്ടാണ്. ആ ഭാഗം ഒന്ന് വായിക്കാം.
ഒരാളൊന്ന് വായിച്ചാട്ടെ. 1000 ആണ്ട് കഴിയുമ്പോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുള്ള ജാതികളുമായി സഖ്യങ്ങളിൽ കടൽപ്പുറത്ത് മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയനഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്നും തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിടും. അവർ എന്നെ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. മതി. ഈ യുദ്ധം യെരുശലേമിലുള്ള കർത്താവിനോടും കർത്താവിന്റെ വിശുദ്ധന്മാരോടുമാണ് ഈ യുദ്ധം. ഇതെപ്പോഴാ? 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോ സാത്താനെ അഴിച്ചുവിടും. 1000 ആണ്ട് വാഴ്ചയിൽ മാനസാന്തരപ്പെടാത്ത ആളുകളെ സാത്താൻ യുദ്ധത്തിനായി കർത്താവിനെതിരെ കൂട്ടിച്ചേർക്കും. ഇവരെല്ലാം നേരെ യെരുശലേമിലേക്ക് ചെല്ലും. കർത്താവും വിശുദ്ധന്മാരുമുള്ള യെരുശലേമിനെ വളയും. ഒരു മഹാസൈന്യമായി കടൽപ്പുറത്തെ മണൽ പോലെയുള്ള വലിയ സമൂഹം. എന്നാ സംഭവം? ഒടുവിലെന്താ സംഭവിക്കുക? തീ ഇറങ്ങി അവരെ മുഴുവൻ ദഹിപ്പിച്ചു കളയും. സാത്താനെ പിടിച്ച് ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളും. അവിടാണ് കള്ളപ്രവാചകനും മൃഗവും. അങ്ങനെ സാത്താനും എന്നേക്കുമായി തീരുകയാണ്. 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവിൽ നടക്കുന്ന യുദ്ധമാണിത്. 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവിൽ. ഓക്കെ, ഇതാണ് 3-ാമത്തെ ഇൻസിഡന്റ്. അന്തിമ യുദ്ധം സാത്താനും കർത്താവും വിശുദ്ധന്മാരുമായിട്ടുള്ളതാണ്. അവന്റെ കൂടെ കൂടിയ ലോക ജനതയെ തീ കൊണ്ട് ദഹിപ്പിച്ചു കളയും. സാത്താനെ പിടിച്ച് ഗന്ധക തീപ്പൊയ്കെ തള്ളും. അതോടെ സാത്താൻ അവസാനിക്കും. കർത്താവിനെതിരെ നിന്ന മാനസാന്തരപ്പെടാത്ത ലോക ജനതയും അതോടൊപ്പം നശിക്കും. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ഇതുപോലൊരു മഹാസംഹാരം നടക്കും. ഇനി 4-ാമത്തെ ഇൻസിഡന്റ്, വെളിപ്പാട് 20-ലെ 4-ാമത്തെ സംഭവം. അത് വെളിപ്പാട് 20-ാം അധ്യായം 11 മുതൽ 15 വരെ ഉള്ള വാക്യങ്ങളാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം: അന്ത്യന്യായവിധി അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. അപ്പൊ 4-ാമത്തെ ഇൻസിഡന്റ് ഹെഡിങ് കൊടുക്കുക: അന്ത്യന്യായവിധി അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. വെളിപ്പാട് 20-ന്റെ 11 മുതൽ 15 വരെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അതിന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്ന് ജീവന്റെ പുസ്തകം എന്നൊരു മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധിയും ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത് വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോ അന്ത്യന്യായവിധി അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധി ഒരു പ്രത്യേകത. ഈ ന്യായവിധിയിൽ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വരുന്നത് മുഴുവൻ മരിച്ചുപോയ ആൾക്കാരാ.
എപ്പോൾ മുതൽ? കായേൻ മുതൽ 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവിൽ വരെ മരിച്ചുപോയ സകല ദുഷ്ടന്മാരുടെയും സകല ആളുകളുടെയും ന്യായവിധിയാണ് അന്ത്യന്യായവിധി. നോട്ട് ചെയ്യണം. കായേൻ മുതൽ 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം വരെ മരിച്ചുപോയ മാനസാന്തരപ്പെടാത്ത സകല മനുഷ്യന്റെയും ന്യായവിധി. അതാണ്. അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പ് മുതൽ, വീഴ്ച മുതൽ, മനുഷ്യന്റെ വീഴ്ച മുതൽ 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവിൽ വരെ മരിച്ചുപോയ, പാപം ചെയ്ത് മാനസാന്തരപ്പെടാത്ത സകല മനുഷ്യന്റെയും ന്യായവിധി. ഈ ന്യായവിധി വരാതെ ഒറ്റ ഒരാൾക്കും ഇരിക്കാൻ പറ്റുകയില്ല. അതാണ് അന്ത്യന്യായവിധി, അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. മരിച്ചവർ ആബാലവൃദ്ധം. ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ചെറിയവരും വലിയവരും എന്നാ, ബാലന്മാർ വരുമെന്നല്ല അതിൻ്റെ അർത്ഥം. ആബാലവൃദ്ധം എന്ന വാക്കിന് എല്ലാവരും, ചെറിയവർ മുതൽ വലിയവർ പറയുന്നു ആണർത്ഥം. കുഞ്ഞുങ്ങളില്ല. എന്തടിസ്ഥാനത്തിലാണ് ഇവർ ന്യായം വിധിക്കുന്നത്? അവരുടെ പ്രവർത്തിക്ക് അടിസ്ഥാനത്തിലാണ് ന്യായം വിധിക്കുന്നത്. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നത് അനുസരിച്ച് അവരുടെ പ്രവർത്തിക്കടുത്ത ന്യായവിധിയാണ്. യുഗങ്ങളിലൂടെ ദൈവമൊരുക്കിയ രക്ഷാപദ്ധതികളിൽ പെടാതെ അതിന് വെളിയിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച സകല മനുഷ്യനും ഈ ന്യായവിധി വരണം. എങ്ങനെ മരിച്ചാലും. എന്നിട്ട് ന്യായം വിധിച്ചവർ എന്ത് ചെയ്യും? ഇവരെ മുഴുവൻ ഗന്ധകത്തി പൊയ്യിലേക്ക് തള്ളിക്കളയും. ഇവരുടെ പേര് എവിടെ ഇല്ല? ജീവപുസ്തകത്തിലില്ല. ഗന്ധകത്തി പൊയ്യിലേക്ക് തള്ളിക്കളയും. എങ്ങനെ മരിച്ചാലും അവരോട് വരും. ശരീരമല്ല വരുന്നത്, അവരുടെ നശിച്ച ശരീരമല്ല വരുന്നത്, ആ വ്യക്തികളാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് അന്ത്യന്യായവിധി, വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധി. ഓരോരുത്തരുടെയും പ്രവൃത്തി റെക്കോർഡഡ് ആണ്. ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ച സകല മനുഷ്യരുടെയും പ്രവർത്തികൾ സ്വർഗത്തിൽ റെക്കോർഡാണ്. ഓരോരുത്തരുടെ ഉണ്ട്. അത് പരിശോധിക്കും, അതനുസരിച്ച് ന്യായം വിധിക്കും. ജീവപുസ്തകത്തിൽ പേരുണ്ടോ നോക്കും. പേരില്ലെങ്കിൽ നേരെ ഗന്ധകത്തിൽ പോയി തള്ളും. ഈ ന്യായവിധിയിൽ ആരും രക്ഷപ്പെടുന്നില്ല, നശിക്കുക മാത്രമേ ഉള്ളൂ. ഈ ന്യായവിധി. ഓക്കെ. അപ്പൊ നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 4 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഒന്ന്, സാത്താന്യ ബന്ധനം. 2, പീഡനകാല രക്തസാക്ഷികളുടെ ഉയർപ്പ്. 3, അന്ത്യയുദ്ധം, സാത്താനും വിശുദ്ധന്മാരും കർത്താവുമായി നടക്കുന്ന
യെരുശലേമിലുള്ള അന്തിമ പോരാട്ടം, അതിന്റെ അവസാനം 4 വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. ഈ 4 കാര്യങ്ങൾ കഴിയുന്നതോടെ ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം അവസാനിക്കുക. അത് കഴിയുന്നതോടെ ഈ ഭൂമിയുടെ നാശം, പുതിയ ഭൂമി നിലവിൽ വരും. പിന്നെ പുതിയ ഭൂമിയിലെ കാര്യങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളതും. അതാ, പഴയ ഭൂമി പോയി. കർത്താവ് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതാ പഠിക്കാൻ പോകുന്നത്, പുതുവാന ഭൂമി. ആ വെളിപ്പാട് 21:1 ഒരാൾക്കൊന്ന് വായിക്കാമോ? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. മതി 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 മതി. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. നമ്മളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. കർത്താവിന് വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച പുതിയ ആകാശ പുതിയ ഭൂമിയെ കുറിച്ചുള്ള പഠനം ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഭൂമിയുടെ അവസാനം, ഒടുവിലത്തെ സംഭവങ്ങൾ, 1000 ആണ്ട് വാഴ്ച, ഈ നിത്യാധികാരികളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അത് ഉപകാരപ്രദമാകട്ടെ. നിങ്ങളോടൊന്ന് ചോദ്യം ചോദിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. വേറൊന്നുമല്ല, കാരണം എനിക്ക് നിങ്ങൾ പറയുന്നത് വളരെ മൈൽഡായിട്ട് കേൾക്കാനൊക്കും. വളരെ മൈൽഡാണ്. അപ്പൊ അതുകൊണ്ട് റിസ്ക് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അവസരം തരാം. അടുത്ത ചൊവ്വാഴ്ച അതിന് അവസരം തരാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ നിങ്ങൾ കുറിച്ചു വെക്കുക. ഇന്ന് ഈ സിസ്റ്റത്തിന്റെ എല്ലാ ഓപ്പറേഷൻസും ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് അതുകൊണ്ടങ്ങ് അവസാനിപ്പിക്കുക. നമ്മുടെ ക്ലാസ് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.